അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ആ കാണുന്ന സെർച്ച് ബാറിൽ pm-kisan.gov.in എന്ന് ടൈപ്പ് ചെയ്യുക. എന്നതിന് ശേഷം അത് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് PM കിസാൻ്റെ ഒരു ഹോം പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ നമുക്ക് അറിയേണ്ടത് നമ്മുടെ സ്റ്റാറ്റസ് ആണ്. അപ്പോൾ അതിന് താഴോട്ട് വരുമ്പം നോ യുവർ സ്റ്റാറ്റസ് എന്ന് കാണാം. നോ യുവർ സ്റ്റാറ്റസ് എന്നുള്ള ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റാറ്റസ് കണ്ടുപിടിക്കേണ്ടുന്നൊരു ഭാഗം വരും. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ കണ്ടെത്തണം. അപ്പോൾ അവിടെ നോ യുവർ രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം അവിടെ കാണാം. അത് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ കണ്ടെത്തണമെങ്കിൽ ഒന്നുകിൽ മൊബൈൽ നമ്പർ വഴിയോ അല്ലെങ്കിൽ ആധാർ നമ്പർ വഴിയോ നമുക്കത് കണ്ടെത്താൻ പറ്റത്തുള്ളൂ. അപ്പം കുറച്ചും കൂടെ മൊബൈൽ നമ്പർ കൊടുക്കുന്നതായിരിക്കും നമുക്കത് ബെറ്റർ. അപ്പം ആ മൊബൈൽ നമ്പർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ മൊബൈൽ നമ്പർ എന്നുള്ള ബോക്സിൽ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മൾ PM കിസാൻ രജിസ്റ്റർ ചെയ്ത നമ്പർ വേണം അവിടെ കൊടുക്കാൻ. എന്നിട്ട് ഇപ്പുറത്ത് കാണുന്ന ക്യാപ്ച തെറ്റാതെ അപ്പുറത്തെ ബോക്സിൽ ടൈപ്പ് ചെയ്യണം. എന്നിട്ട് അപ്പുറത്തുള്ള ഗെറ്റ് ഡേറ്റ ക്ലിക്ക് ചെയ്യുക. ക്യാപ്ച തെറ്റാതെ ടൈപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ഗെറ്റ് ഡേറ്റ കൊടുക്കാവൂ. ആ നീല ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ ബ്ലറായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആ ഗെറ്റ് ഡാറ്റ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു പേജിലേക്ക് നമ്മൾ പോയി. ഇവിടെ നമുക്ക് ആ ഗെറ്റ് ഡാറ്റ അവിടെ അടിക്കുമ്പോൾ തന്നെ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും. ആ OTP നമ്പർ ഈ താഴെ കാണുന്ന ബോക്സിൽ ആ എൻ്റർ OTP എന്നുള്ളൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. അതിനകത്ത് കൊടുക്കണം. തെറ്റാതെ ആ OTP നമ്പർ അവിടെ കൊടുക്കുക. തെറ്റാതെ കൊടുക്കുക. ശേഷം ഗെറ്റ് ഡേറ്റ കൊടുക്കുക. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ആ കാണുന്ന ഇത് ഞാൻ ബ്ലറായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇത് മറ്റൊരാളുടെ ഇത് മൊബൈൽ നമ്പർ വെച്ച് ചെയ്തുകൊണ്ടാണ് ഞാൻ ബ്ലറായിട്ട് കാണിക്കുന്നത്. സംഭവം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അവിടെ ആ രജിസ്ട്രേഷൻ നമ്പർ എൻ്റെ ഇപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ പേരും കാണും. അപ്പോൾ നമ്മൾ ആ രജിസ്ട്രേഷൻ നമ്പർ കോപ്പി ചെയ്യുക. തിരിച്ച് നമ്മൾ ബാക്കിലേക്ക് തന്നെ പോവുക. നമ്മുടെ ഹോം പേജിൽ വരണം. ആ ഹോം പേജിൽ വന്നതിന് ശേഷം ആ നോ ഒരു സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ തന്നെ നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് നേരിട്ട് തന്നെ അവിടെ നമ്മുടെ എൻ്റർ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ള ഭാഗത്ത് അത് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ആ ക്യാപ്ച തെറ്റാതെ നമ്മളിപ്പോൾ എടുത്ത് എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ആ നീല ബോക്സ് ഗെറ്റ് ഡാറ്റ എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ വീണ്ടും നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും. ആ OTP നമ്മളവിടെ വീണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കണം. ആ OTP എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ നീല ബോക്സിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഞാനത് ബ്ലറായിട്ടാണ് കാണിച്ചത്. വേറൊരാളുടെ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനത് കാണിച്ചത്. അപ്പം അത് തന്നെയാണ് ഞാൻ ഇവിടെയും കാണിച്ചിരിക്കുന്നത്. അത് ഒരു സ്ക്രീൻഷോട്ട് പോലെ എടുത്തിട്ടാണ് ഞാൻ അത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് നോക്കുമ്പോൾ അറിയാം. 1 പേഴ്സണൽ ഇൻഫർമേഷൻ, 2 എലിജിബിലിറ്റി സ്റ്റാറ്റസ്, താഴെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താഴെ ഒരു ബോക്സ് കൂടെ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആനുകൂല്യം കൈപ്പറ്റാൻ അർഹനാണോ, അല്ലെങ്കിൽ നമുക്കിത് കിട്ടിക്കൊണ്ടിരുന്നത് നമുക്ക് 1-2 ഗഡു കിട്ടിയില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ ഗഡു നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ മൊബൈലിൽ വീട്ടിലിരുന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടുന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നതും കാര്യം എന്ന് പറഞ്ഞാൽ, 1 ലാൻഡ് സീഡിങ്, EKYC, ആധാറും ബാങ്ക് അക്കൗണ്ടും കൂടെ ലിങ്ക് ചെയ്യുന്നൊരു പ്രോസസ്സ്. ഈ 3 കാര്യം നമ്മൾ ചെയ്ത് നമുക്കവിടെ ഗ്രീൻ ടിക്ക് വീണെങ്കിൽ മാത്രമേ നമ്മളിതിനകത്ത് എലിജിബിൾ ആകത്തുള്ളൂ. നമുക്ക് തുടർന്ന് നമുക്ക് ഈ ആനുകൂല്യം കിട്ടണമെങ്കിൽ നമ്മൾ ഈ 3 കാര്യങ്ങളും ഗ്രീൻ ടിക്ക് വേണം. അപ്പോൾ നമുക്ക് ലാൻഡ് സീഡിങ് എന്തുവാണെന്നുള്ളതെന്ന് പരിശോധിക്കാം.
അപ്പോൾ ഈ പദ്ധതി തുടങ്ങിയ കാലയളവിൽ ഒരു അപേക്ഷകൻ അദ്ദേഹത്തിന് ഈ പദ്ധതിയിലൂടെ ആനുകൂല്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈവശത്തിലിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേരിലുള്ള വസ്തു അപേക്ഷയുടെ ഒപ്പം ഉള്ളടക്കം ചെയ്തിട്ടാണ് അദ്ദേഹം അപേക്ഷ സമർപ്പിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് ആനുകൂല്യം കിട്ടുകയും പക്ഷേ ആ വസ്തു ഇന്ന് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഒന്നുകൂടെ നിങ്ങളത് മനസ്സിലാക്കുക, വ്യക്തമായിട്ട് നിങ്ങളത് കേട്ട് മനസ്സിലാക്കുക. അപേക്ഷകൻ്റെ പേരിൽ തന്നെ ഇപ്പോൾ വസ്തു ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ലാൻഡ് സീഡിങ് എന്നുള്ളൊരു പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപേക്ഷകൻ്റെ പേരിൽ ഇപ്പോൾ വസ്തു ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തുടർന്ന് ഈ ആനുകൂല്യം കിട്ടുന്നതല്ല. അതുപോലെ അദ്ദേഹത്തിന് ഈ ആനുകൂല്യം പിന്നെ തുടർന്ന് കിട്ടത്തില്ല. നമ്മളത് ചെയ്തില്ലെങ്കിലും നമുക്കത് തുടർന്ന് കിട്ടത്തില്ല. അതാണ് ലാൻഡ് സീഡിങ് എന്നുള്ളത്. അത് നിങ്ങൾ വ്യക്തമായിട്ടത് മനസ്സിലാക്കണം. രണ്ടാമത്തെയാണ് EKYC എന്ന് പറയുന്ന പ്രോസസ്സ്. EKYC ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ നമ്പരും അപേക്ഷകൻ്റെ മൊബൈൽ നമ്പരും അപേക്ഷകൻ്റെ ആധാറും കൂടെ ലിങ്ക് ചെയ്യുന്നതാണ്. ചിലപ്പോൾ അപേക്ഷകൻ്റെ ആധാറിൽ ഒരു നമ്പർ ആയിരിക്കാം, അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വേറെ നമ്പർ ആയിരിക്കാം. ചിലപ്പോൾ ആധാറിലെ മൊബൈൽ നമ്പർ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അദ്ദേഹം പുതിയ സിം എടുത്ത് അല്ലെങ്കിൽ പുതിയ നമ്പർ എടുത്ത് ഇപ്പോൾ ഉപയോഗിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് EKYC ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഏത് നമ്പറാണോ, അതായത് മൊബൈൽ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പർ, കൊടുത്തിരിക്കുന്ന നമ്പർ നിങ്ങളുടെ കൈകളിൽ ഇപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന നമ്പർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് EKYC, ഈ പദ്ധതിയുടെ EKYC നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കുക. പദ്ധതി തുടങ്ങുന്ന സമയത്ത് നമ്മൾ അപേക്ഷയുടെ ഒപ്പം തന്നെ നമ്മളൊരു അക്കൗണ്ട് കൊടുക്കുന്നുണ്ടാവാം. അതിലേക്കാണ് നമുക്കിപ്പോഴും ആനുകൂല്യം വന്നിട്ടുള്ളത്. അപ്പോൾ അന്ന് നമ്മൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ പേയ്മെൻറ്റ് സിസ്റ്റം എന്നുള്ളത് അക്കൗണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നുണ്ട്, നമ്മൾ കൊടുത്ത അക്കൗണ്ടിലേക്ക് പൈസ വരും. ഇപ്പോൾ അത് മാറി, ഇപ്പോൾ അതൊരു ആധാർ മോഡാണ്. പേയ്മെൻറ്റ് മോഡ് ആധാറിലേക്ക് വന്നു. അത് നമുക്ക് ഒരാൾ അപേക്ഷകൻ്റെ പേരിൽ എത്ര അക്കൗണ്ട് ഉണ്ടോ, 3, 4, 2 എത്ര അക്കൗണ്ടോ, അപേക്ഷൻ്റെ സ്വന്തം പേരിൽ എത്ര അക്കൗണ്ട് ഉണ്ടോ ആ അക്കൗണ്ടിലെല്ലാം നമ്മൾ ആധാർ ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം. അതായത് ആധാർ പേയ്മെൻറ്റ് സിസ്റ്റം എന്നുള്ളത് ആനുകൂല്യം നമ്മുടെ പേരിൽ നമ്മുടെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു അക്കൗണ്ടിലേക്കായിരിക്കും നമുക്ക് ഈ ആനുകൂല്യം വരുന്നത്. അതുകൊണ്ട് പ്രത്യേകം അത് ശ്രദ്ധിക്കുക. നിങ്ങൾ ആ EKYC ചെയ്തതിന് ശേഷം മാത്രം ഇതും കൂടെ ചെയ്യുക. ചില ഗുണഭോക്താക്കൾക്കൊരു സംശയമാണ്, അത് അവർ SBIയുടെ ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെയൊക്കെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതിലേക്ക് മാത്രമായിരിക്കും അവർ ആധാർ ലിങ്ക് ചെയ്യുന്നത്. അപ്പം അവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർ എല്ലാ ബാങ്കിലും ഒരു അക്കൗണ്ട് ലിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം നിങ്ങൾ ഈ മൊബൈൽ വഴി തന്നെ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റാറ്റസ് നോക്കുക. ഇതെല്ലാം ഗ്രീൻ ടിക്ക് ആണോ എന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും മൊബൈലിലൂടെ ഇതെങ്ങനെ നമ്മുടെ സ്റ്റാറ്റസ് അറിയാം എന്നുള്ളതിന് നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളൊന്നുകൂടെ റിപ്പീറ്റ് അടിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്കത് മനസ്സിലാവും. ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് എപ്പോഴും ചെയ്ത് നോക്കാൻ പറ്റും. നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ നമ്മൾ ചിലപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ടിക്ക് വീഴാത്തതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നമ്മൾ അലയുന്നുണ്ടാവാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ കൃത്യമായി തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യണം. ഈ ആനുകൂല്യം കിട്ടുന്നവർക്ക് തുടർന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ക്രൈറ്റീരിയകളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. ലാൻഡ് സീഡിങ്ങിൻ്റെ ക്രൈറ്റീരിയ, EKYCയുടെ ക്രൈറ്റീരിയ, ആധാറും ബാങ്ക് അക്കൗണ്ടും തമ്മിലുള്ള ലിങ്കിങ്, ഇതിൻ്റെയൊക്കെ ക്രൈറ്റീരിയ ഉണ്ട്. അതനുസരിച്ചിട്ട് നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ പ്രശ്നം മാറ്റണം. അതുപോലെ തന്നെ ഈ ലാൻഡ് സീഡിങ് ചെയ്യുന്ന ഒരു വീഡിയോയും കൂടെ ഞാൻ നെക്സ്റ്റ് ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾക്കത് കാണാനും കൂടെ പറ്റും. നിങ്ങളത് ലാൻഡ് സീഡിങ് നിങ്ങൾക്ക് മൊബൈൽ വഴി തന്നെ ചെയ്യാം. അതുപോലെ EKYC നിങ്ങൾക്ക് മൊബൈൽ വഴി ചെയ്യാം. അത് രണ്ടിൻ്റെയും ഞാൻ വീഡിയോ ഉടൻ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും PMKisan ബന്ധപ്പെട്ട് മറ്റ് അറിയിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം, അതിൻ്റെ നോട്ടിഫിക്കേഷൻ മോഡ് എനേബിൾ ആക്കി വെക്കുക. എന്നിട്ട് ഇത് പരമാവധി ഈ ആനുകൂല്യം കൈപ്പറ്റുന്ന ആൾക്കാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് അവർക്കൊരു ഉപകാരപ്പെട്ടോട്ടെ. അപ്പോൾ ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് ഒന്നുകൂടി പറയുന്നു, നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തൊന്ന് കാണുക. അപ്പോൾ ഇതിനകത്ത് ഞാൻ വീഡിയോയിൽ ചെയ്തേക്കുന്ന ചെറിയ ബ്ലറർ കാണിച്ചേക്കുന്നത് അത് സ്വാഭാവികമായിട്ടും മറ്റൊരാളുടെ രജിസ്ട്രേഷൻ നമ്പർ വെച്ച്
ചെയ്തതുകൊണ്ടാണ് അത്രയും ബ്ലറായിട്ട് ഞാൻ കാണിച്ചത്. അതുപോലെയൊക്കെ തന്നെ ഉള്ളൂ ഞാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്ത് അതായത് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങളത് ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.